أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم من الساعة مشفقون. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയയിലെ 46 മുതൽ 50 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലയിൻ മസ്സത്ഹും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക ലയഖൂലുന്ന യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. വലയിൻ മസ്സത്ഹും, അവരെ സ്പർശിച്ചാൽ, നഫ്ഹത്തും മിൻ അദാബി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയുടെ ഒരു കാറ്റ്, അവരെ സ്പർശിച്ചാൽ ലയഖൂലുന, അപ്പോൾ അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചവരായിപ്പോയല്ലോ എന്നവർ പറയും. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി. വനളഉ, നാം സ്ഥാപിക്കും, നാം വെക്കും, അൽ മവാസീന, ത്രാസ്, അൽ ഖിസ്ത, നീതിയുടെ തുലാസ് നാം സ്ഥാപിക്കും, ലിയൗമിൽ ഖിയാമത്തി, അന്ത്യനാളിന് വേണ്ടി, അഥവാ അന്ത്യനാളിൽ നാം നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, ഒരാളും ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. വൈൻകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണി തൂക്കം വരുന്ന കാര്യമാണെങ്കിലും, അതൈന ബിഹ, നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു കടുകുമണി തൂക്കമുള്ള കാര്യമാണെങ്കിലും കർമ്മമാണെങ്കിലും നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. വ കഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യുന്നയാളായിട്ട് നാം തന്നെ മതി. വലഖദ് ആതൈന മൂസ വ ഹാറൂന, മൂസാ നബിക്കും ഹാറൂൻ അലൈഹിസ്സലാമിനും നാം നൽകി, അൽ ഫുർഖാന, സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണം നാം നൽകി. വളിയാഅൻ, അതുപോലെ പ്രകാശവും നാം നൽകി. വദിക്റൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കുള്ള, സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്കുള്ള ഉത്ബോധനവും നാം അവരുടെ പക്ഷം നൽകി, മൂസാ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവർ, ബിൽ ഗൈബി, അദൃശ്യമായ അവസ്ഥയിൽ, കാണാതെ, തങ്ങളുടെ രക്ഷിതാവിനെ കാണാതെ തന്നെ ഭയപ്പെടുന്ന ആളുകൾ,
വഹും മിനസ്സാഅത്തി മുഷ്ഫിഖൂൻ, അവർ അന്ത്യനാളിനെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ആളുകളാണ്. അന്ത്യനാളിനെ സംബന്ധിച്ച് ബേജാറുള്ള ആളുകളാണ്, ഉത്കണ്ഠയുള്ള ആളുകളാണ് അവർ. വഹാദ, ഇത് ദിക്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാകുന്നു ഇത്. വഹാദ ദിക്റു മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാകുന്നു. അൻസൽനാഹു, നാം ഇതിനെ ഇറക്കിയിരിക്കുന്നു. അഫ അന്തും ലഹു മുൻകിറൂൻ, എന്നിട്ടും നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? എന്നിട്ടും നിങ്ങൾ ഇതില്ല എന്ന് പറയുകയാണോ, നിഷേധിക്കുകയാണോ? കഴിഞ്ഞ ആയത്തിൽ പ്രവാചകനോട് അള്ളാഹു പറയാൻ പറഞ്ഞു, ഇന്നമാ ഉന്തിറക്കും ബിൽ വഹി, ഞാൻ വഹി ആകാശ സന്ദേശം കൊണ്ടാണ് നിങ്ങളെ താക്കീത് ചെയ്യുന്നത്. വല യസ്മഉ സുമ്മു ദുആ, എന്നാൽ ബധിരനായ ആളുകൾ ഒരിക്കലും തന്നെ വിളി കേൾക്കുകയില്ല. ഇദാമാ യുൻദറൂൻ, അവർക്ക് താക്കീത് ചെയ്യപ്പെടുമ്പോൾ എന്ന ഭാഗമായിരുന്നു പറഞ്ഞു വെച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയാണ്. വലയിൻ മസ്സത്തുഹും നഫ്ഹത്തും മിൻ അദാബി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷയുടെ ഒരു കാറ്റ് അത് അവരെ ബാധിച്ചാൽ തന്നെ, അത് അവരെ സ്പർശിച്ചാൽ തന്നെ, ലയഖൂലുന, അപ്പം അവർ പറയാൻ തുടങ്ങും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഇന്നാകുന്നാ ലാലിമീൻ, ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ, അക്രമം പ്രവർത്തിച്ചു പോയല്ലോ എന്നവർ പറയും. റബ്ബിൻ്റെ ശിക്ഷ കിട്ടണമെന്നില്ല, ശിക്ഷൻ്റെ ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ വിദൂരമായ ഒരു സ്പർശം പോലും, ശിക്ഷയുടെ സ്പർശം പോലും സത്യനിഷേധികളായ ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല എന്നതാണ്. അതിൻ്റെ ചെറിയൊരു അളവ് വരുമ്പോഴേക്കും അവർ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയല്ലോ, ഞങ്ങൾ അക്രമികളായല്ലോ എന്ന് പറഞ്ഞ് അട്ടഹസിക്കാൻ തുടങ്ങും. ഇനി ലോകാവസാനം വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ത്രാസ് സ്ഥാപിക്കുന്ന രീതി, വനഅളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിന് വേണ്ടി നാം മവാസീനുൽ ഖിസ്ത്, നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ, ഒരാളും ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുകയില്ല. വൈൻകാന മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു അണുമണി തൂക്കം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹാജരാക്കും. ഒരു ചെറിയ കടുകുമണി തൂക്കമുള്ള കർമ്മമാണെങ്കിലും അള്ളാഹു അവിടെ ഹാജരാക്കുക തന്നെ ചെയ്യും. വഖഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ നാം തന്നെ മതി, വേറെ ആരുടെയും ആവശ്യമില്ല. ഒരിക്കൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ച തമ്പുരാനെ, നിൻ്റെ തുലാസ്, നീതിയുടെ തുലാസ്, അതൊന്ന് കാണേണ്ടിയിരുന്നു എനിക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുത്തു, തുലാസ് എങ്ങനെയെന്നുള്ളത്. ഒരു പ്രവാചകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന് ആ തുലാസ് കാണിച്ചു കൊടുത്തു. അത് കണ്ട മാത്രയിൽ അദ്ദേഹം ബോധം കെട്ട് വീഴുകയായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എൻ്റെ രക്ഷിതാവേ, ഇതിൻ്റെ തട്ട് നിറക്കാൻ ആർക്കാണ് കഴിയുക? എത്ര വലിയ തട്ടാണ്, ഇതെങ്ങനെ ഞങ്ങൾക്ക് പ്രവർത്തനം ചെയ്തുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് എങ്ങനെ ഇത് നിറക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാവൂദേ, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട അടിമയാണ് എങ്കിൽ, എൻ്റെ അടിമയെ ഞാൻ തൃപ്തിപ്പെട്ടുവെങ്കിൽ, ഒരൊറ്റ കാരക്ക കൊണ്ട് തന്നെ ഞാനത് നിറച്ചു കൊടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത്. അതായത് നമ്മളുടെ പ്രയത്നം കൊണ്ട്, നമ്മളുടെ നമസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ഹജ്ജ് കൊണ്ട്, സക്കാത്ത് കൊണ്ട് നമുക്ക് ആ തുലാസ് നിറക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതേസമയം നമ്മളെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അങ്ങോട്ടും അള്ളാഹു ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രവർത്തനം പോലും നിഷ്ഫലമാവില്ല. ചെറിയ ഒരു പ്രവർത്തനം പോലും അത് മതിയാകും നമ്മുടെ സ്വർഗ്ഗലബ്ധിക്ക് എന്നർത്ഥം. പക്ഷെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാവണം നമ്മളുടെ കർമ്മങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും
ആ ചെറിയ പ്രവർത്തനം കൊണ്ട് തന്നെ വലിയ പ്രതിഫലം നമുക്ക് നൽകുമെന്നർത്ഥം. ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രവും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എത്രമാത്രമാണ്. വലഖദ് ആതൈനാ മൂസാ വ ഹാറൂനൽ ഫുർഖാന വളിയാഅൻ വദിക്റൻ ലിൽ മുത്തഖീൻ. മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫുർഖാൻ നൽകി. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന അതിന് പറ്റുന്ന പ്രമാണം അള്ളാഹു അവർക്ക് നൽകി. വലിയാഅൻ, അതേപോലെ തന്നെ പ്രകാശവും നൽകി. വദിക്റൻ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കുള്ള, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനവും നാം നൽകി. അത് തൗറാത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ തൗറാത്തിന് പുറമെ തന്നെ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് നോക്കാൻ പറ്റുന്ന പ്രകാശപൂരിതമായ ഉത്ബോധനം നിറഞ്ഞ ഒരു മാനദണ്ഡവും കൂടി, ഒരു പ്രമാണവും കൂടി അതിന് കൂടെ അവർക്ക് അള്ളാഹു നൽകിയിരിക്കണം. എന്നിട്ട് പറയുന്നു, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യമായി കാണാതെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, വഹും മിനസ്സാഅതി മുശ്ഫിഖൂൻ, അവർ അന്ത്യനാളിനെക്കുറിച്ച് അങ്ങേയറ്റം ഉത്കണ്ഠാകുലരാണ്, ബേജാറിലാണ്, വെപ്രാളത്തിലാണ്, പേടിയിലാണ്. അതായത് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് ഗൈബ് കൊണ്ട് ഭയപ്പെടുന്ന ആളുകൾ. നാഥൻ്റെ ശിക്ഷയെ അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന അനുസരിക്കുകയും വിലക്കുകൾ അംഗീകരിക്കുകയും ചെയ്യും. അതോടനുബന്ധിച്ച് തന്നെ അടിമകൾ അള്ളാഹുവിന് വേണ്ടി അദൃശ്യമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും പരിഗണിക്കപ്പെടുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏതായാലും കാണാതെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾ, അത് വലിയ മൂല്യവത്തായ സംഗതിയായി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു. വഹാദാ ദിക്റും മുബാറക്കുൻ അൻസൽനാഹു, നാം ഇറക്കി തന്നിരിക്കുന്നത് ദിക്റും മുബാറക്ക്, അങ്ങേയറ്റം പരിശുദ്ധമായ ഉത്ബോധനമാണ്, അനുഗ്രഹീതമായ ഉത്ബോധനമാകുന്നു ഇത്. അഫഅൻതും ലഹു മുൻകിറൂൻ, എന്നിട്ടും നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഈ വിശുദ്ധ ഖുർആനടക്കമുള്ള കാര്യങ്ങൾ അനുഗ്രഹീതമായ ഉത്ബോധനമാണ്. അത് പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.